ഇങ്ങനെ ഇലയൊക്കെ വാട്ടി പൊതിച്ചോറൊക്കെ കിട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വേടത്തേക്കല്ല, നമ്മൾ പൊന്മുടിയിലേക്ക് ട്രിപ്പ് പോവുകയാണ്. എല്ലാവരും പറഞ്ഞു നല്ല മഞ്ഞാണ്, നല്ല ക്ലൈമറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നും അറിയത്തില്ല, പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക്. എന്നാലും ഈ സമയത്ത് എന്തായാലും അത് ശക്തമായ ചൂട് കാണത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പൊന്മുടിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അങ്ങനെ നമ്മൾ ആ ദിവസം രാവിലെ തന്നെ എല്ലാ ഫുഡൊക്കെ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ നേരെ എന്താണ് പാക്ക് ചെയ്ത് പൊന്മുടിയിലോട്ട് പോകാനുള്ള ഇതിലാണ്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി പൊന്മുടിയിലോട്ട് കയറുകയാണ്. അതിനുള്ള പാസ് നമ്മൾ എൻട്രി ഒക്കെ മേടിച്ച് നേരെ പോവുകയാണ്. പോയി നേരെ ഇവിടെ വഴിക്ക് കണ്ടിട്ട് നമുക്ക് പണി പാളിയെന്നാണ് തോന്നുന്നത്. കാരണം മഞ്ഞിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സോ എന്തായാലും നമ്മൾ മുമ്പോട്ടത്തേക്ക് തന്നെ രണ്ടും കത്തിച്ച് പോയി ഇടയ്ക്ക് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് വാങ്ങാന്ന് വെച്ച് നോക്കണമെങ്കിൽ നമ്മളൊരു ചോറും ചമ്മന്തി മാത്രമാണെങ്കിലും അത് മാത്രമാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. നമ്മുടെ വാഴയിലയുടെ വെച്ച് പൊതിയുന്നതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കൂട്ടി വളരെ നല്ല ഒരു ഇതായിരുന്നു. കുറിച്ചുങ്ങൾക്കും കൊടുക്കാനായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ. അതെ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും നല്ല വേണം. കുഞ്ഞുങ്ങളും കൂടെ ഉള്ളേ കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. നമ്മളിതാകുമ്പോൾ വീട്ടിൽ നിന്ന് വെച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നേരെ വീണ്ടും കയറുകയാണ്. ഒരു ഇതുമില്ല കേട്ടോ, മഞ്ഞുമില്ല ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. മഞ്ഞുമില്ല ഒന്നുമില്ല. അങ്ങോട്ട് മഞ്ഞൊന്നും നോക്കട്ടെ. അപ്പോൾ എല്ലാവരും പറയുന്നു ചെറിയൊരു മഴക്കോൾ ഉണ്ടായിരുന്നെങ്കിൽ മഞ്ഞിറങ്ങുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ചെന്ന പോണ വഴിക്കും നമ്മളൊരു മഞ്ഞും കണ്ടില്ല, അവിടെ എത്തിയിട്ടും മഞ്ഞൊന്നും കണ്ടില്ല. പക്ഷെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ പോണ വഴിക്ക് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അതായത് പാസ് മേടിച്ചതിൻ്റെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് കയറണം. ഇനി കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിന്ന് മഞ്ഞുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റിയേനെ. മഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ഇതെങ്കിലും അറിയാൻ പറ്റിയേനെ. നേരെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞു. ടോപ്പിൽ നിന്ന് നല്ല തിരക്കുണ്ട്. വെക്കേഷൻ ആവുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ പൊന്മുടിയിലെത്തി. കൊച്ചുങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം അവരങ്ങ് പറഞ്ഞു വിട്ടേക്കുന്ന കണക്കാണ്. ആദ്യമേ കാണാൻ പോലില്ല, ആദ്യം ഓട്ട മത്സരം പോലെ അങ്ങ് ഓടെയാണ്. പിന്നെ നല്ല ഒരു മഞ്ഞ് വേണ്ട, ശക്തമായിട്ടുള്ള കാറ്റും നല്ല തണുപ്പായിരുന്നു. ആ കാറ്റ് നമ്മൾ പറക്കുന്ന പോലെ തോന്നും, അത്രയ്ക്കും നല്ല കാറ്റുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം. ആദ്യക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടെന്താണ് വിരൽ പിടിച്ച് നടക്കുന്ന കണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദ്യം ഒരിയാണ്. വീരൻ എന്ന് ഉറപ്പാണ്, കാരണം അവൻ്റെ കുരുത്തക്കേട് കണ്ട വീരും എന്ന് ഉറപ്പായിരുന്നു. ഇത് നല്ല ഈ കാണുന്ന വീലൊക്കെ മഞ്ഞുണ്ടെങ്കിൽ ഫുള്ള് കാണാൻ പറ്റാത്ത കാറ്റുള്ളതുകൊണ്ടാണ് മഞ്ഞില്ലാത്തത് എന്നാണ്. കാരണം നമ്മുടെ മുടിയൊക്കെ പറക്കുന്ന കാണുമ്പോൾ അറിയാം, ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ. അതുപോലെ നമ്മൾ വരുന്ന വഴി ഒരു കടയിൽ ചോദിച്ചിങ്ങനെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ തന്നെ മഞ്ഞിറങ്ങക്കൊന്നുമില്ല, ഇതേപോലെ തന്നെ കാറ്റ് മാത്രമേ ഉള്ളൂ. കാറ്റുള്ള സമയങ്ങളിൽ മഞ്ഞിറങ്ങത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഈ കാറ്റത്ത് എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായ ബൈ.